ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലോട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, ചതച്ച വറ്റൽമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടിയും മുളകും നന്നായിട്ട് ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കോവയ്ക്ക ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കോവയ്ക്ക പകുതി വേവാകുന്നത് വരെ വേവിക്കുക. ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം. കോവയ്ക്ക ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് തുറന്നു വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. വെള്ളം വറ്റി കോവയ്ക്ക് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. കുറെ വെന്ത് കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക.